നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സുക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉദ്ദേശം 50 ദിനങ്ങൾ ശുക്രൻ കർക്കിടകം രാശിയിലുണ്ടാകും. ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. 2 ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ. വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ കാരകഗ്രഹമാണ്. ഭൗതിക സുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ. 1201 ചിങ്ങമാസം 5-ാം തീയതി പുലർച്ചെ 1:15 ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത്. അതായത് 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ 50 ദിനക്കാലങ്ങൾ. അതായത് 1201 കന്നിമാസം 23-ാം തീയതി 2025 ഒക്ടോബർ മാസം 9-ാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ശുക്രൻ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയം. അല്ലേ? ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു തുലാൻ രാശി. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ശുക്രൻ ആരാണ്? അവരുടെ ലഗ്നാധിപനാണ്. അവരുടെ മൃത്യു മരണം ചിന്തിക്കേണ്ട 8-ാം ഭാവമാണ്. ആ ശുക്രൻ നിൽക്കുന്നത് എവിടെയാണ്? നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. ശുക്രൻ 9-ാം ഭാവാധിപനായ ബുധനോടുകൂടെ ഏറ്റവും നല്ല സ്ഥാനത്ത് ചന്ദ്രനോടുകൂടെ നിൽക്കുന്നു. ഇവിടെ തുലാൻ രാശി ചരരാശിയാണ്. അടനഹ, ഇവർ യാത്രികരാണ്. പുത്തൻ ജോലി, പുത്തൻ യാത്ര അതിന് അനുകൂലമാണ്. അതിനുമപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 9-ാം ഭാവാധിപനോട് കൂടെ നിൽക്കുന്നു. അച്ഛൻ്റെ പാരമ്പര്യം അവകാശപ്പെടുക. അതിനാൽ അച്ഛൻ്റെ സ്വത്ത്, പൂർവികമായ സ്വത്ത് അത് നിലനിർത്തുക, അച്ഛൻ്റെ സ്വത്തിൽ തന്നെ വീടെടുക്കുക. അപ്രകാരം തന്നെ അച്ഛൻ്റെ ബിസിനസ് മക്കൾ ഏറ്റെടുത്ത് നടത്തുക. തുലാൻ രാശി വ്യാപാര രാശിയാണ്, വണിക് രാശിയാണ്. അതിനാൽ വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാവുക. പഴയ പിഞ്ഞ് പുതിയ കുപ്പി, അച്ഛന്മാരുണ്ടാക്കിയെടുത്ത പഴയ സ്ഥാപനങ്ങളെ അതിനെ നല്ല രീതിയിൽ നന്നാക്കിയെടുത്താൽ മുന്നോട്ട് കുതിക്കാം തുലാൻ രാശിക്കാർ. കാരണം കച്ചവടം തുലാൻ രാശിക്കാരെ പഠിപ്പിക്കേണ്ട. വാണിജ്യകർമ്മണ്യതി നൈപുണത്വം, വ്യാപാരത്തിൽ സമർത്ഥരാണവർ. പത്മാലയാതൻ നിലയെന്ന ലോല, മഹാലക്ഷ്മി ഒരിക്കലും അവരുടെ വീട്ടിൽ മെലിഞ്ഞു പോകില്ല, ആരോഗ്യത്തോടു കൂടിയിരിക്കും. അതിനാൽ ദേവീ സംബന്ധങ്ങളായ പ്രവൃത്തികൾ ചെയ്യണം. നിർബന്ധമായും ദൈവക്ഷേത്രത്തിൽ പോവുക. നിങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിൽ അവിടെയെല്ലാം നന്നാക്കുക. അവിടെ വെള്ളിയാഴ്ച ഗണപതിക്ക് നാളികേരം അടിക്കാം. അവിടെ എല്ലാ വെള്ളിയാഴ്ചയും വിളക്കുമാല പായസം ദൈവക്ഷേത്രത്തിലേക്ക് ചെയ്യാം. 10-ലെ ശുക്രൻ ബുധനും ചന്ദ്രനും കൂടി ഒന്നിച്ച് നിൽക്കുന്നു. വളരെ നല്ല ഫലമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തുലാൻ രാശിക്കാർക്ക് സ്വതവേ തുലാൻ രാശിക്കാർക്ക് 9-ൽ വ്യാഴവുമുണ്ട്. ഈശ്വര സേവ കൊണ്ട് രോഗങ്ങൾ മാറ്റാൻ പറ്റും. ഇവിടെ 10-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ അനാവശ്യമായ ഷോ ഓഫ് വേണ്ട. തൻ്റെ ആത്മീയമായ ഭ്രമം കാരണം തനിക്കെല്ലാം നഷ്ടപ്പെടും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ കാശ് ആവശ്യത്തിന് മാത്രമുള്ളതാണ്. അത് അനാവശ്യമായി പൊങ്ങച്ചം കാണിച്ച് തനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വാഹനങ്ങൾ ആരെങ്കിലും പറയും, വാഹന ഉടമകളൊക്കെ പറയും, പഴയ വാഹനം മാറ്റിക്കോളൂ, പുതിയ എടുത്തോളൂ. അവ തൻ്റെ ഭാരം 10,50,000 രൂപ അടവ് വരും. വിദേശത്ത് പോകുന്നവർ കാർപോർച്ചിൽ വെച്ച് പോകും. ഇവിടെ ഭാര്യ ഓടിക്കാൻ തുടങ്ങും. പെട്രോൾ മുതൽ എല്ലാം ചെലവാകും. അനാവശ്യമായ ഭോഗാസക്തി കാണിക്കരുത്, അത് ശ്രദ്ധിക്കുക. ഗുരോ കർമ്മകെ ഗോത്രവീര്യം രുണദ്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10-ൽ നിൽക്കുന്ന ശുക്രൻ തൻ്റെ ഗോത്രത്തിന്, വംശത്തിന് വീര്യം കുറക്കും. അതിന് കാരണം എന്താണ്? തൻ്റെ ആത്മീയമായ ആ ഭോഗവിഷയങ്ങളാണ് കാരണം. തുലാമാനതോ ഹാടകം വിപ്രവൃത്യ ജന ആഡംബരേഹി പ്രത്യഹംബ വിവാദം. വിവാദത്തിലൂടെ കണ്ടമാനം കാശ് കിട്ടും. ഇവിടെ 10-ൽ ബുധനാണ്. അതിനാൽ വക്കീലന്മാർക്കൊക്കെ കണ്ടമാനം കാശ് വാങ്ങും. അല്ലെങ്കിൽ വലിയ മജിസ്ട്രേറ്റുകൾക്ക്, ജഡ്ജികൾക്ക് കൈക്കൂലിയായിട്ട് വലിയ ദാനം കിട്ടും. വലിയ ദാനം ലഭിക്കും. സ്വർണം ദാനം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. തുലാമാനതോ ഹാടകം, തുലാക്കണക്കിന് സ്വർണം വിപ്രവൃത്യ, ബ്രാഹ്മണനെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ സ്വാധീനമുള്ള ആളുകളെ കൂടെ നടന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് തന്ത്രപൂർവ്വം കാശ് കൈക്കലാക്കാം തുലാൻ രാശിക്കാർ. ആഡംബരേഹി പ്രത്യഹംബ വിവാദ, ഓരോ ദിവസം വിവാദങ്ങൾ ഉണ്ടാക്കി. അതിനാണ് വക്കീൽ, ഇവർക്കൊക്കെ നല്ലതാണ്. അപ്രകാരം തന്നെ നന്നായിട്ട് ആർക്കും ശോഭിക്കാം.
അപ്രകാരം തന്നെ കൺസൾട്ടൻസി നടത്തുന്നവർക്ക് ശോഭിക്കാം. ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. 12 ചൊവ്വയാണ്. വീട്ടിലെ സ്വത്തും കാശും കണ്ട് കള്ളന്മാർ വീട്ടിൽ കയറും. അതിനാൽ അതും ശ്രദ്ധിക്കണം. തൻ്റെ സമ്പത്ത് വളരെ ശ്രദ്ധിച്ച് ലോക്കറിലൊക്കെ ആക്കി വെക്കണം. എല്ലാ തുലാം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 50 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.